ബ്രാൻഡഡ് അല്ലാത്ത പഴയ തുണികൾ എക്സ്ചേഞ്ച് ചെയ്ത് കിടിലൻ ബ്രാൻഡഡ് ആയിട്ടുള്ള പുതിയ അടിപൊളി ഡ്രസ്സുകൾ മേടിക്കാം എന്ന ബ്രാൻഡ് ഫാക്ടറിയുടെ ആഡ് കേട്ട് ഓടി അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ട് നോക്ക്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയ ഡ്രസ്സുകൾ എല്ലാവരും എടുക്കും. സാരീസ്, കുർത്താസ്, ഷർട്ട്സ്, ജീൻസ് ഇതെല്ലാം അവരെടുത്തതിന് ശേഷം നമുക്കൊരു കൂപ്പൺ തരും. 100 രൂപയുടെ കൂപ്പൺ, 500 രൂപയുടെ കൂപ്പൺ, 300 രൂപയുടെ കൂപ്പൺ, അങ്ങനെയാണ് തരിക. ഇനി ഇതിന്റെ വർക്കിംഗ് എക്സാക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കുർത്ത കണ്ടോ, ഈ ഒരു കുർത്തേന്റെ റേറ്റ് അവർ ഇട്ടിരിക്കുന്നത് 4999, അതായത് ഏതാണ്ട് 5000 രൂപയാണ് ഈ ഒരു ചുരിദാറിന്റെ റേറ്റ്. ഇതിന് ഓൾറെഡി 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 2500 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാൻ പറ്റും. കൂടെ ഇതേ കണ്ടോ, 100 രൂപയുടെ കൂപ്പൺ റെഡീം ചെയ്യാമെന്ന്. അതായത് നമുക്ക് അതിൽ നിന്ന് 100 രൂപ മാത്രമേ ഓഫർ കിട്ടുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ ചുരിദാർ നമ്മൾ 2400 രൂപ കൊടുത്ത് മേടിക്കണം. എങ്ങനെയുണ്ട്? ഇത് ലാഭമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ആഡ് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ മനസ്സിലുള്ള പോലെ നിങ്ങളുടെ മനസ്സിലും വീട്ടിലിരിക്കുന്ന പഴയ കുറേ ചുരിദാറുകളും സാധനങ്ങളൊക്കെ കൊടുക്കാമല്ലോ, പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ പുതിയ സാധനം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പുതിയ സാധനങ്ങൾ വേർത്താണോ, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. വിച്ച് ഇസ് റിയലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് പോണോ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു എന്നേ ഉള്ളൂ. അവിടെ പല പല പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ തിങ്, അവിടുത്തെ എല്ലാ പ്രൊഡക്ട്സിലും നിങ്ങൾക്ക് ഇതുപോലെ റെഡീം ചെയ്യാൻ പറ്റത്തില്ല. സെലക്റ്റഡ് പ്രൊഡക്ട്സിന് മാത്രമേ ഉള്ളൂ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത്, വീഡിയോസിലൊക്കെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക അല്ലെങ്കിൽ മിസ് കോൾ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിളിച്ചാലും മിസ് കോൾ അടിച്ചാലും ഒന്നും അവർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. അതായത് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ആഡ് കണ്ടുകൊണ്ടേ തന്നെ പഴയ സാധനങ്ങളുമായിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കൂപ്പൺ മേടിക്കുകയും ചെയ്യും, അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയും ചെയ്യും.